ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ പല ആൾക്കാരും പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇറാന് പിന്നിൽ രണ്ട് വമ്പൻ ശക്തികളുണ്ട് എന്നുള്ളത്. അതിലൊന്ന് റഷ്യയാണ്, വേറൊന്ന് ചൈനയാണ്. എന്തായാലും റഷ്യ ഇപ്പോൾ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വളരെ അധികം തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ തിരക്കിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറാനെ സഹായിക്കാൻ റഷ്യ എത്തുക എന്നുള്ളത് ഒരു ഹെക്ടിക് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയിരിക്കും റഷ്യക്ക്. അല്ലെങ്കിൽ ഒരു വയ്യാവേലി എടുത്ത് റഷ്യക്ക് തലയിൽ വയ്ക്കുന്നത് പോലെ ആയിരിക്കും. എന്തായാലും ആ ഒരു പ്രക്രിയയ്ക്ക് റഷ്യ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ചൈന അങ്ങനെയല്ല. ചൈന ഇപ്പോൾ രഹസ്യമായി ഇറാനെ സഹായിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. ചൈനയെക്കുറിച്ച് പുറത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ചൈനയ്ക്കുള്ളിൽ തന്നെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു. ചൈനയ്ക്ക് നമ്മൾ ലോകത്തില്ലാത്ത ആയുധങ്ങളൊക്കെയാണ് ചൈന വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ചൈന സൂര്യനെ വികസിപ്പിക്കുന്നു, ചൈന പെൻഡുകൾ വികസിപ്പിക്കുന്നു, ചൈന ലോകരാജ്യങ്ങളെ മുഴുവൻ തീർക്കാനുള്ള ബയോ വെപ്പൺ വികസിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ ചൈന എന്താണെന്ന് ഓപ്പറേഷൻ സിന്ദൂർ വഴി ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുത്തതാണ്, ചൈനീസ് ആയുധങ്ങളുടെ ശക്തിയൊക്കെ. സമാനമായ രീതിയിൽ ചൈന പല രാജ്യങ്ങളെയും ബാക്ക് ചെയ്യുമെന്ന് പറയുമെങ്കിലും ചൈന യഥാർത്ഥത്തിൽ ഭയം നോടുകയാണ്. ചൈന ഭയം നോടുകയാണെന്ന് പറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നെഞ്ചും പിരിച്ച് ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ ചൈന തയ്യാറല്ല. മറിച്ച് ചൈന അന്തർധാരയിൽ കൂടെയുള്ള പണിയാണ് നടത്തുന്നത്. ഇപ്പോൾ ഇറാനിലും ചൈന അത്തരത്തിൽ അന്തർധാരയിലുള്ളൊരു പണി നടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് ഒരു ചരക്ക് വിമാനം, ചൈനയിലെ ഒരു ചരക്ക് വിമാനം ഇറാനിൽ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ്. അതേപോലെ 3 വലിയ ചരക്ക് വിമാനങ്ങളാണ് ഇപ്പോൾ ഇറാനിലേക്ക് എത്തിയിരിക്കുന്നത്. ആരും അറിയാതെ രഹസ്യമായിട്ടാണ് ഇറാനിൽ ചൈന ആയുധങ്ങൾ എത്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഒരു ചൈനീസ് ചരക്ക് വിമാനം ബീജിംഗിൽ നിന്ന് പറന്നുയർന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. അതിന് തൊട്ട് മുമ്പുള്ള ദിവസം ഒരു ചരക്ക് വിമാനം ഇറാനിലേക്ക് ആയുധങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അടുത്ത തിങ്കളാഴ്ച ചൈനയും ആയുധങ്ങൾ നിറച്ച ഒരു ചരക്ക് വിമാനം ഇറാനിലേക്ക് അയച്ചു. അങ്ങനെ 3 ദിവസത്തിനുള്ളിൽ 3 വലിയ ചരക്ക് വിമാനങ്ങൾ ഇറാന് വലിയ അളവിൽ ആയുധങ്ങൾ നൽകിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യം ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള കസാക്കിസ്ഥാനിലേക്കും പിന്നീട് തെക്ക് ഉസ്ബെക്കിസ്ഥാനിലേക്കും തുർക്ക്മെനിസ്ഥാനിലേക്കും പോവുകയായിരുന്ന ഈ ചൈനീസ് ചരക്ക് വിമാനങ്ങൾ റഡാറിൽ കുടുങ്ങി. പിന്നീട് റഡാറിൽ നിന്ന് കണ്ണ് വെട്ടിച്ച്, അല്ലെങ്കിൽ അപ്രത്യക്ഷമായി. കാരണം ലളിതമാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനങ്ങൾ ലാൻഡ് ചെയ്യുകയായിരുന്നു. അതിനാൽ അവ താഴ്ന്ന ഉയരത്തിലാണ് പറന്നത്. അതുകൊണ്ട് തന്നെ റഡാറിൻ്റെ കണ്ണിൽ പെടാൻ പറ്റിയില്ല. ചൈന തങ്ങളുടെ കളി മറച്ചു വയ്ക്കാൻ തങ്ങളുടെ വിമാനങ്ങൾ ലക്സംബർഗിലേക്ക് പോവുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ വിമാനങ്ങളൊന്നും തന്നെ യൂറോപ്പിൻ്റെ ആകാശത്ത് കണ്ടിട്ടുമില്ല. ആ വിമാനങ്ങൾ ഇറാനിൽ എത്തിയിരുന്നു എന്നത് വ്യക്തമാണ്. സൈനിക ഉപകരണങ്ങളും സൈനികരെയും കൊണ്ടുപോകാൻ സാധാരണയായി ഉപയോഗിക്കുന്ന ബോയിങ് 747 വിമാനങ്ങളാണ് ഈ വിമാനങ്ങൾ എന്നാണ് ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. എന്തായാലും ചൈന അന്തർധാരയിൽ കൂടെ വലിയ രീതിയിൽ പണി ചെയ്യുകയാണ്. അതേസമയം ചൈനയ്ക്ക് നെഞ്ചും പിരിച്ച് ഞങ്ങളാണ് ഇറാന് യുദ്ധസാമഗ്രികൾ കൊടുക്കുന്നത് എന്ന് പറയാനും വയ്യാത്ത ഒരു കണ്ടീഷനിലാണുള്ളത്. കാരണം ചൈനയ്ക്ക് നേരെ എന്തെങ്കിലും ഉപരോധം വന്നാലോ എന്ന ഭയം ഇപ്പോൾ ചൈനയ്ക്കുണ്ട്. പ്രധാനമായും ട്രംപിൻ്റെ ഈ താരിഫ് യുദ്ധമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈനയിൽ വലിയ സാമ്പത്തിക ഞെരുക്കമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.